എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒക്ടോബർ 5-ന് UK നടക്കുന്ന മോനിപ്പള്ളി സംഗമത്തിന് എല്ലാവിധ മംഗളാശംസകളും നൽകുകയാണ്. UK മോനിപ്പള്ളി സംഗമം 16ാമത് സംഗമമാണ് ഇപ്രാവശ്യം. ഈ 16ാമത് സംഗമം മോനിപ്പള്ളിക്കാരായ എല്ലാ കുടുംബാംഗങ്ങളുടെയും മഹാസംഗമമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സംഗമത്തിന് നേതൃത്വം കൊടുക്കുന്ന മോനിപ്പള്ളി സംഗമത്തിൻ്റെ പ്രസിഡന്റ്, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ലിജുമോൻ വരിക്കശ്ശേരി, അതുപോലെ തന്നെ സെക്രട്ടറി ജോമൻ, ട്രഷറർ വികാസ് ഉൾപ്പെടെ ഇതിൻ്റെ സംഘാടക കമ്മിറ്റിയായിട്ട് നിൽക്കുന്ന മറ്റ് ഭാരവാഹികൾ എല്ലാവരുടെയും നേതൃത്വത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കാരണം നല്ല ഒരു ക്യാമ്പയിൻ, ലോകം മുഴുവനുള്ള മോനിപ്പള്ളിക്കാരുടെ സംഗമമാണ് UK നടക്കാൻ പോകുന്നത് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് ഇതിൽ ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലെല്ലാം നാളുകളായി മോനിപ്പള്ളി സംഗമത്തിൻ്റെ വാർത്തകൾ. ഒക്ടോബർ 5-ന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു എന്ന നിലയിലാണ് മോനിപ്പള്ളി സംഗമത്തെ ഇപ്പോൾ ലോകം മുഴുവൻ വീക്ഷിക്കുന്നത്. ഈ 16ാമത് സംഗമം മോനിപ്പള്ളിക്കാരുടെ കൂട്ടായ്മയിലെ ഏറ്റവും ചരിത്ര സംഗമമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ, മോനിപ്പള്ളിയുമായി ബന്ധപ്പെട്ട് MLA എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് ബന്ധപ്പെടാൻ കഴിയുന്ന നിരവധി കുടുംബങ്ങളാണ് നാട്ടിലുള്ളത്. മോനിപ്പള്ളിക്കാരുടെ കൂട്ടായ്മ വികാരപരമായി ചേരുന്ന മോനിപ്പള്ളി സംഗമത്തിൽ ഞാൻ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ നിയമസഭാ സമ്മേളനം ഇവിടെ ആരംഭിച്ചു. തന്നെയുമല്ല, കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം കൊണ്ടാണ് മോനിപ്പള്ളിയിൽ തന്നെ നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. UK എത്താൻ കഴിയാത്തത്. അതിൽ നിങ്ങളെല്ലാവരും സദയം ക്ഷമിക്കണം. പക്ഷേ മോനിപ്പള്ളിയിൽ വന്ന് കൂടിയതുപോലെ തന്നെ നിങ്ങൾ കണക്കാക്കണം. മോനിപ്പള്ളി സംഗമത്തിൻ്റെ കൂട്ടായ്മയിൽ ഞാൻ കടുത്തുരുത്തിയിലല്ല, ഞാൻ ഇപ്പോൾ UK എന്ന വിശ്വാസത്തിലാണ് നിങ്ങൾക്ക് ഈ ആശംസ ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരുടെയും കൂടെ ഈ ആഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് 16ാമത് മോനിപ്പള്ളി സംഗമത്തിന് എല്ലാ മംഗളാശംസകളും നേരുന്നു, വിജയാശംസകളും നേരുന്നു. താങ്ക് യു.